IT ഭൂപടത്തിൽ കേരളത്തിന്റെ തിലകക്കുറിയായി മാറാൻ ലുലുവിന്റെ ഇരട്ട IT ടവറുകൾ തയ്യാർ. അവസാനഘട്ട മിനുക്കുപണികളും കഴിഞ്ഞ ലുലു ടവറിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നിരവധി ലോകോത്തര കമ്പനികൾ ലുലുവിന്റെ IT പാർക്കിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വമ്പൻ ഇരട്ട മന്ദിരങ്ങൾ ലുലു നിർമ്മിച്ചത്. IT നഗരങ്ങളായ ബംഗളൂരുവിലോ ഹൈദരാബാദിലോ ഇല്ലാത്ത രീതിയിലുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യാധിഷ്ഠിത IT മന്ദിരമാണ് ലുലു ഗ്രൂപ്പ് കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. 15,000 കോടി രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടം പണി കഴിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ നവംബറിൽ ഉദ്ഘാടനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്തേക്കും. ഇരട്ട ടവറുകൾക്ക് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു. ലുലു ഗ്രൂപ്പുമായി കൈകോർത്ത ഇന്ത്യയ്ക്ക് അഭിമാന നേട്ടമാണ്. IBM ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ 5 IT കമ്പനികളുടെ സാന്നിധ്യം തുടക്കം മുതൽ തന്നെ ടവറിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും IT ഇൻഫ്രാ ബിൽ ഡയറക്ടറും സിഇഒയുമായ അഭിലാഷ് വലിയ വളപ്പിൽ പറഞ്ഞു. പല പ്രമുഖ കമ്പനികളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 153 മീറ്റർ ഉയരത്തിലുള്ള ഇരട്ട ടവറുകൾ കേരളത്തിന്റെ IT മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആകെ 34.54 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുണ്ടെങ്കിലും 25.5 ലക്ഷം ചതുരശ്ര അടിയാണ് ലീസിന് നൽകുക. 25,000 പേർക്ക് ഇവിടെ ഒരേ സമയം ജോലി ചെയ്യാം. IT കമ്പനികളുമായി അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് കെട്ടിടത്തിലെ 3 ലെവൽ കാർ പാർക്കിംഗിൽ ഒരേ സമയം 4,250 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലെ 3,000 കാറുകൾക്ക് റോബോട്ട് കാർ പാർക്കിംഗ് സൗകര്യമായിരിക്കും ലഭിക്കുക. ബംഗളൂരുവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമൊക്കെ IT കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിലും ലുലു ടവർ നിർണായക സ്വാധീനം ചെലുത്തിയേക്കും. കൊച്ചിയിലേക്ക് മാറുന്നത് IT കമ്പനികൾക്ക് സാമ്പത്തികമായും ലാഭകരമായിരിക്കും. വാടക ഇനത്തിൽ കമ്പനികൾക്ക് മറ്റു നഗരത്തിൽ നൽകേണ്ടതിന് 1/3 കൊച്ചിയിൽ നൽകേണ്ടതുള്ളൂ. ബംഗളൂരുവിലെ ജലക്ഷാമം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ പകരം വയ്ക്കാനുള്ള ഓപ്ഷനുമാണ് കേരളം. ജീവനക്കാരുടെ ചെലവ് കുറവായിരിക്കും. 2023 കണക്കുകൾ പ്രകാരം 2.5 ലക്ഷത്തോളം IT പ്രൊഫഷണലുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ 1 ലക്ഷത്തോളം പേർ മാത്രമാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്നത്. ലോകോത്തര കമ്പനികൾ വരുന്നതോടെ കൊച്ചിയിലേത് ബംഗളൂരുവിൽ നിന്നടക്കം കൂടുതൽ IT പ്രൊഫഷണലുകൾ കൂടുമാറിയേക്കും. ബംഗളൂരുവിനെ അപേക്ഷിച്ച് ചെറിയ നഗരമാണെങ്കിലും കൊച്ചിയിൽ നടത്തിയ സിറ്റി ഓഡിറ്റിംഗുകളിൽ പല കമ്പനികളും തൃപ്തരാണെന്നും പറയുന്നു. മെട്രോ അടക്കമുള്ള മികച്ച ഗതാഗത സൗകര്യങ്ങൾ, നിരവധി 5 സ്റ്റാർ ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ആശുപത്രികൾ, മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കൊച്ചിയെ ആകർഷകമാക്കുന്നു. അതിനിടെ കോട്ടയം ലുലു മാൾ ഉദ്ഘാടന തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടു. ഡിസംബർ 14 കോട്ടയം ലുലു മാൾ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നത്. മധ്യ കേരളത്തിനുള്ളിലെ ക്രിസ്മസ് സമ്മാനമായി കോട്ടയം ലുലു മാൾ തുറക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് മാളിന്റെ ഉദ്ഘാടനം. ഡിസംബർ 15 അല്ലെങ്കിൽ 20 തീയതികളിലായിരിക്കും കോട്ടയം ലുലു മാൾ ഉദ്ഘാടനമെന്ന രീതിയിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. 14 ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുമെങ്കിലും 15 ആയിരിക്കും പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനാകുക. ഉദ്ഘാടനത്തിന് പതിവ് പോലെ ജനപ്രതിനിധികൾ, മതമേലധ്യക്ഷന്മാർ, സെലിബ്രിറ്റികൾ തുടങ്ങിയ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരിക്കും പങ്കെടുക്കുക. ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ 5ാമത്തെ മാളാണ് കോട്ടയത്ത് ആരംഭിക്കാൻ പോകുന്നത്. കൊച്ചി, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് നിലവിൽ മാളുകൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.